ഇനി നമുക്ക് തേങ്ങ വറുത്തിട്ട് സമയമൊന്നും കളയണ്ട, ഈ രീതിയിലൊന്ന് സാമ്പാർ തയ്യാറാക്കി നോക്കൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഒരു അര കപ്പ് സാമ്പാർ പരിപ്പ് ചേർത്തി കൊടുക്കുക, ഒരു ചെറിയ കഷ്ണം കായം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 കപ്പ് വെള്ളം പാട് ഒഴിച്ചിട്ട് ഒരു വിസിലിൽ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള പച്ചക്കറികൾ എടുക്കുമ്പോൾ ഒരു 3 പച്ചമുളക്, ഒരു തക്കാളി, ഒരു വഴുതനങ്ങ, ഒരു കിഴങ്ങ്, പിന്നെ അതുപോലെ ഒരു മുരിങ്ങാക്കായ, 2 വെണ്ടയ്ക്കയും 1/4 കപ്പ് മത്തങ്ങയും 1/4 കപ്പ് തന്നെ ചെറിയുള്ളിയും ചേർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്തി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളവും പിന്നെ അതുപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം പാടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നല്ലവണ്ണം ഒന്നും പാടെ മിക്സ് ചെയ്തെടുത്ത് ഇത് അടച്ച് വെച്ചിട്ട് ഒരു വിസിലിൽ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ 2 ടേബിൾ സ്പൂൺ മല്ലി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക, ഒരു 10 വറ്റൽമുളക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 1/4 കപ്പ് മാത്രം തേങ്ങ ചേർത്തി കൊടുക്കുക. തേങ്ങ ചേർത്ത് ആദ്യം തയ്യാറാക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ആ പച്ചക്കറികളൊന്നും ഉടയാതെ തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കുക. പിന്നെ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ചും പാടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ട് പോവരുത്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് 1 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ചേർത്തി കൊടുക്കാം. എല്ലാം മുഴുവനോടുള്ള കായാണെങ്കിൽ ഒരു കഷ്ണം ചേർത്തി കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം കുറച്ച് സമയം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലും 1 ടീസ്പൂണോളം നെയ്യും ചേർത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറുത്തിടാം. അപ്പോൾ അതിന് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുക്, ഉലുവ, കറിവേപ്പില, വറ്റൽമുളകും കുറച്ച് ചെറിയുള്ളി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.